C++. In this video, we are going to discuss about string functions. What is a function? Function is a group of statements used to perform a task. So what is the use of string functions? String functions are used for processing strings. So as we know, string is a group of characters enclosed in double quotes. So in C++, strings are implemented using character array. So string functions are used for processing strings. So while using string functions, we must use the header file cstring or string.h in our program. So നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് string functions എന്നാണ്. String functions യൂസ് ചെയ്യുന്നത് സ്ട്രിങ്സുകളെ പ്രോസസ്സ് ചെയ്യാനാണ്. So string functions യൂസ് ചെയ്യുകയാണെങ്കിൽ, so as we know, the string functions are predefined functions or built-in function. So already these functions are created. So ഈ string functions contain ചെയ്യുന്നത് cstring അല്ലെങ്കിൽ string.h എന്ന ഹെഡർ ഫയൽസിലാണ്. സോ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ സ്ട്രിങ് ഫങ്ഷൻസ് എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹെഡർ ഫയൽസ് മസ്റ്റായിട്ട് നമ്മൾ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഈ ഫങ്ഷൻസ് റൺ ആവുള്ളൂ. സോ ഏത് വി യൂസ് സി സ്ട്രിങ് അല്ലെങ്കിൽ നമ്മൾ string.h എന്ന് യൂസ് ചെയ്യണം. എന്തൊക്കെയാണ് സ്ട്രിങ് ഫങ്ഷൻസ് നമുക്ക് പരിചയപ്പെടാം. സോ string functions in C++ are strlen. strlen is a function used to find the length of a string. strcpy is used to copy a string to another string. strcat is used for concatenating two strings or combining two strings. And the fourth and fifth, strcmp and strcmpi are the functions used for comparing two strings, which is greater or which is lesser. So ഇങ്ങനെ 5 ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ is strlen. strlen is the function. It is a predefined function. സോ സ്ട്രിങ് ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഈ ഇതിൽ പഠിക്കുന്ന എല്ലാ സ്ട്രിങ് ഫങ്ഷൻസും പ്രീഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. സോ ഓൾറെഡി ഇറ്റ് ഇസ് ക്രിയേറ്റഡ്. സോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഏത് ഫംഗ്ഷനാണോ യൂസ് ചെയ്യുന്നത് ആ ഫംഗ്ഷൻ അങ്ങ് നമുക്കതിൻ്റെ സിൻറ്റാക്സ് പ്രകാരം പ്രോഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ ഫംഗ്ഷൻ അതേപോലെ റൺ ചെയ്യും. അപ്പോൾ ഇവിടെ പറയുന്നത് strlen എന്നുള്ള ഫംഗ്ഷനെ കുറിച്ചാണ്. strlen is the function used to find the length of a string. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് strlen. What do you mean by length? Length means the number of characters in the string. ഒരു സ്ട്രിങ്ങിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് അതാണ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ്? strlen is the function. ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ട സ്ട്രിങ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുക. സോ ഇതിൻ്റെ അകത്ത് ഏത് സ്ട്രിങ്ങിൻ്റെയാണോ ലെങ്ത് ഫൈൻഡ് ചെയ്യേണ്ടത് ആ ഫൈൻഡ് ചെയ്യേണ്ട ലെങ്ത് എന്ത് ചെയ്യണം, ആ സ്ട്രിങ് ഇതിൻ്റെ അകത്തേക്ക് ഇൻപുട്ട് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? കൗണ്ടാണ് കിട്ടുക അല്ലേ. കൗണ്ട് എന്ന് പറയുന്നത് ഇൻറ്റീജർ വാല്യൂ ആണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായി മാറും? ഇൻറ്റീജർ ആവണം. ഓക്കെ, അപ്പോൾ strlen is the function name and here within bracket string is the inputted string used to find the length of the length. നമുക്ക് ഏത് സ്ട്രിങ്ങിൻ്റെയാണോ ലെങ്ത് കാണേണ്ടത് ആ സ്ട്രിങ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ആർഗ്യുമെൻ്റ് ആയിട്ടാണ്. ഇനി അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണോ ഈ സ്ട്രിങ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് അതിൻ്റെ ടൈപ്പാണ് നമ്മൾ എന്തുദ്ദേശിക്കുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇവിടെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും? ഇൻഡ് ആയിരിക്കും ഉണ്ടാവുക. സോ strlen is the function used to find the length of a string. ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുന്നത് ക്യാരക്ടർ അറേ ആയിട്ടാണ്. സോ ഇൻ ദിസ് എക്സാമ്പിൾ str is the name of the array. ഈ അറേയുടെ ഡാറ്റ ടൈപ്പ് കെയർ ആണ്. സോ സ്വാഭാവികമായിട്ടും ഇതൊരു ക്യാരക്ടർ അറേ ആണ്. സൈസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ബട്ട് ഇതിൻ്റെ അകത്തേക്ക് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് വെൽക്കം. അപ്പോൾ str എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഇപ്പോൾ എന്താ ഉള്ളത്? ഈ ക്യാരക്ടർ അറേയുടെ അകത്ത് എന്താ ഉള്ളത്? വെൽക്കം ആണ് ഇൻപുട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വെൽക്കം എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണണം. സോ സ്വാഭാവികമായിട്ട് നമ്മളൊരു കൗണ്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യൂ ഡിക്ലെയർ ചെയ്യണം. സോ നമ്മൾ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഡാറ്റ ടൈപ്പ് ഇൻറ്റീജറാണ്.
ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. str_len എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാനുള്ള ഫംഗ്ഷനാണ്. ഏത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ് നമുക്ക് കാണേണ്ടത്? str. കാരണം str എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അറേൻ്റെ അകത്താണ് നമ്മൾ വെൽക്കം ഇൻപുട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ str ജസ്റ്റ് ആ പേര് മാത്രം കൊടുത്താൽ മതി, അറേയുടെ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നെയിം ഓഫ് ദ ക്യാരക്ടർ അറേ ഇൻപുട്ട് ചെയ്താൽ മതി. നമ്മുടെ സിൻടാക്സിൽ അങ്ങനെ തന്നെ പറയുന്നത് അല്ലെ, സ്ട്രിങ്ങിൻ്റെ പേര് മാത്രം ഇൻപുട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ str_len ബ്രാക്കറ്റിൽ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ഈ ക്യാരക്ടർ അറേയുടെ പേര് str ആയതുകൊണ്ട് str എന്ന് കൊടുത്തു. അപ്പോൾ ഏത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ് നമ്മൾ ഇൻപുട്ട് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്? വെൽക്കം. സോ സ്വാഭാവികമായിട്ട് നമുക്കറിയാം വെൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 7 ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ. ആ 7 എന്നുള്ള വാല്യൂ ആണ് ആരിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്? എന്ന് പറഞ്ഞ ഇൻറ്റീജർ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സി ഔട്ട് n നമ്മൾ പ്രിൻറ്റ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? വി ഗോട്ട് 7 ആസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല, ഓൾറെഡി str_len എന്നുള്ള ഫംഗ്ഷൻ ഓൾറെഡി പ്രീഡിഫൈൻ ഫംഗ്ഷനാണ്. സോ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ സ്ട്രിങ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെന്താ ഫൈൻഡ് ചെയ്യുന്നത്? ഈ ഇൻപുട്ട് ചെയ്ത സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഇവിടെ ഫൈൻഡ് ചെയ്ത് വരും. സോ നമുക്കത് ഡിസ്പ്ലേ ആയിട്ട് ഔട്ട്പുട്ടായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യിക്കാം. ഓക്കെ, സോ str_len ഈസ് ദ ഫംഗ്ഷൻ യൂസ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിങ്. അടുത്ത ഫംഗ്ഷൻ പരിചയപ്പെടാം, strcpy. So this function is used to copy one string to another. ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് strcpy. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? അപ്പോൾ 2 സ്ട്രിങ് വേണം അല്ലേ, ഒരു സ്ട്രിങ്ങിൻ്റെ വാല്യൂ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? strcpy വിത്തിൻ ബ്രാക്കറ്റ് string 1, string 2. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്. string 2വിൻ്റെ വാല്യൂ ആരിലേക്ക് കോപ്പി ചെയ്യണോ? string 1ലേക്ക് കോപ്പി ചെയ്യണം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സ്ട്രിങ് 2വിൻ്റെ വാല്യൂ ആണ് ആരിലേക്ക് കോപ്പി ചെയ്യുന്നത്? സ്ട്രിങ് 1ലേക്ക് കോപ്പി ചെയ്യുന്നത്. സോ കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൻ്റെ വാല്യൂ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യുക. അപ്പോൾ ഇവിടെ നടക്കുന്നത് ദിസ് ഫംഗ്ഷൻ വിൽ കോപ്പി string 2 ടു string 1. ഓക്കെ, സോ നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. ഇവിടെ 2 ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തു. s1 എന്ന് പറഞ്ഞ ക്യാരക്ടർ അറേ സൈസ് 10 ആണ്. s2 ഈസ് അനദർ ക്യാരക്ടർ അറേ. ക്യാരക്ടർ അറേ ഉദ്ദേശിക്കുന്നത് ക്യാർ എന്നുള്ളത് ഡാറ്റ ടൈപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് എൻ അറേ. ഇവിടെ s2 എന്ന് പറഞ്ഞ അറേയിലേക്ക് നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? വെൽക്കം. s1 എന്ന് പറഞ്ഞ അറേയിൽ ഒരു വാല്യൂ ഇപ്പോൾ ഇൻപുട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. s2 എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അതേ സമയം തന്നെ അതിലേക്ക് ഇനീഷ്യലൈസ് ചെയ്തു വെൽക്കം എന്നുള്ളത്. ഇനി നമ്മൾ strcpy s1, s2 കൊടുത്താൽ എന്താ ഉണ്ടാവുക? s2വിലെ വാല്യൂ ആരിലേക്ക് കോപ്പി ചെയ്തു? s1ലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ വെൽക്കം, ഇപ്പോൾ s2വിൽ എന്താ വാല്യൂ ഉള്ളത്? വെൽക്കം. അത് ആരിലേക്ക് കോപ്പി ചെയ്തു? s1. അപ്പോൾ s1ൻ്റെ വാല്യൂ എന്തുതന്നെയായിരിക്കും ഉണ്ടാവുക? വെൽക്കം എന്നായിരിക്കും. അപ്പോൾ സി ഔട്ട് s1 എന്ന് പ്രിൻറ്റ് ചെയ്താൽ വി ഗോട്ട് ദ ഔട്ട്പുട്ട് വെൽക്കം. s1ൻ്റെ അകത്തും s2ൻ്റെ അകത്തും സെയിം വാല്യൂ ആയിരിക്കും. കാരണം s2ൻ്റെ വാല്യൂ ആണ് നമ്മൾ ആരിലേക്ക് കോപ്പി ചെയ്തത്? s1ലേക്ക് കോപ്പി ചെയ്തത്. So strcpy is the function used to copy one string into another. കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, string 1, string 2 പറയുമ്പോൾ string 2വിലെ വാല്യൂ ആണ് string 1ലേക്ക് കോപ്പി ചെയ്യുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷൻ പരിചയപ്പെടാം, strcat. strcat എന്ന് പറഞ്ഞാൽ string concatenation. So it is used to append one string to another string. മറ്റ് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുക, കൂട്ടിച്ചേർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് strcat. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ 2 സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ 2 സ്ട്രിങ്ങുകളുടെയും ലെങ്ത് കൂടി ചേർന്ന സൈസിൽ അറേ ആയിരിക്കണം അല്ലേ, കാരണം സ്ട്രിങ് സ്റ്റോർ ചെയ്തത് ക്യാരക്ടർ അറേ ആണ്. അപ്പോൾ ശ്രദ്ധിക്കാം, അതിൻ്റെ എക്സാമ്പിളിലേക്ക് പോവാം. സോ ഇവിടെ സിൻടാക്സ് ഇങ്ങനെയാണ്, strcat വിത്തിൻ ബ്രാക്കറ്റ് string 1, string 2. അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത് വെച്ചാൽ string 1ഉം string 2ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് റിസൾട്ട് ആരിലാണ് സ്റ്റോർ ചെയ്യുന്നത്? string 1ലാണ് സ്റ്റോർ ചെയ്യുന്നത്. കണ്ടോ, string 1 പ്ലസ് string 2 രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും and the result is stored in string 1. For example, let string 1 contain good, string 2 contain morning. അപ്പോൾ എന്തായിരിക്കും റിസൾട്ട് ഉണ്ടാവുക? ഗുഡ് മോർണിംഗ്. അത് ആരിലായിരിക്കും ഉണ്ടാവുക? സ്റ്റോർ ചെയ്യുക string 1ലേക്ക് സ്റ്റോർ ചെയ്യും ഗുഡ് മോർണിംഗ്. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യിക്കുകയുണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, string 1ൽ എപ്പോഴും സൈസ് എന്തായിരിക്കണം? string 2വിനേക്കാൾ ഡബിൾ ആയിരിക്കണം. കാരണം അതിൻ്റെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആരിലേക്ക് വേണം? string 1ന് വേണം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ലെങ്ത് ഓഫ് ദ റിസൾട്ടൻറ്റ് string ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ 2 strings. strcat means it is the function used to combine 2 strings, to combine one string to another string or to append one string to another string. Okay,
For എക്സാമ്പിളിലേക്ക് പോവാം. ഹിയർ കൺസിഡർ S1 എന്ന് പറയുന്ന ക്യാരക്ടർ അറേ സൈസ് 20 ആണ്. വെൽക്കം S1ൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു വെൽക്കം. S2 എന്ന് പറഞ്ഞ ക്യാരക്ടർ അറിയാണ്, അതിലേക്ക് 2C++, അനദർ സ്ട്രിങ് S2 എന്ന് പറഞ്ഞാൽ അതിൽ ഡിക്ലെയർ 2C++. അപ്പോൾ നമ്മൾ strcat S1, S2 എന്ന് പറയുമ്പോൾ എന്താ നടക്കുന്നത്? S1ഉം S2ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? S1ൽ ഇപ്പോൾ എന്താണുള്ളത്? വെൽക്കം. S2ൽ എന്താണുള്ളത്? 2C++. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്യിക്കുമ്പോൾ S1ൽ എന്ത് വരണം? വെൽക്കം ടു C++. അപ്പോൾ സി ഔട്ട് S1 പ്രിൻറ്റ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? വെൽക്കം ടു C++. അപ്പോൾ രണ്ട് സ്ട്രിങ്ങുകളെ കമ്പൈൻ ചെയ്യിക്കാനാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, S1ൻ്റെ സൈസ് കുറച്ച് കൂടി കൊടുക്കാൻ കാരണം ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്ക് വേണം? S1 വേണം. അതല്ലെങ്കിൽ അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അടുത്ത ഫംഗ്ഷനാണ് strcmp, സ്ട്രിങ് കമ്പാരിസൺ. രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക. രണ്ട് ഈക്വൽ ആണോ, ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ എന്ന് കമ്പയർ ചെയ്യുക. സോ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു കമ്പയർ ടു സ്ട്രിങ്സ്. സോ ഇവിടെ സ്ട്രിങ് ആയതുകൊണ്ട് കമ്പാരിസൺ നടക്കുന്നത് അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് ക്യാരക്ടേഴ്സിനനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? strcmp വിത്തിൻ ബ്രാക്കറ്റ് string 1, string 2. അപ്പോൾ രണ്ട് സ്ട്രിങ്ങുകളെയും കൂടെ തമ്മിൽ കമ്പയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ റിസൾട്ട് എന്താ ഉണ്ടാവുക? കമ്പയർ ചെയ്യണം അല്ലേ? ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ, ഈക്വൽ ആണോ? സോ അങ്ങനെ നമ്മൾ റിസൾട്ട് ഈക്വൽ ആണോ എന്നൊക്കെ പറയുമ്പോൾ ട്രൂ ഓർ ഫോൾസ്. ഈക്വൽ ആണോ, ലെസ് ദാൻ ആണോ? അപ്പോൾ ട്രൂ ഓർ ഫോൾസ് മീൻസ് either it gives 0 or 1. ട്രൂ ആണെങ്കിൽ 1 ആയിരിക്കും റിസൾട്ട് ഉണ്ടാവുക, ഫോൾസ് ആണെങ്കിൽ 0 ആയിരിക്കും റിസൾട്ട് ഉണ്ടാവുക. സോ ഇതൊരു കമ്പാരിസൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അല്ല ഇപ്പോഴും ഇറ്റ് ഗീവ്സ് എനി വൺ ഓഫ് ദ വാല്യൂ. രണ്ട് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് 0 ആയിരിക്കും. എപ്പോഴായിരിക്കും 0 ആവുക? ഇഫ് ബോത്ത് സ്ട്രിങ്സ് ആർ ഈക്വൽ. ആൻഡ് റിട്ടേൺസ് എ നെഗറ്റീവ് വാല്യൂ ഇഫ് ദ സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2. And returns a positive value if string 1 is alphabetically higher than string 2. സോ അങ്ങനെ 3 വാല്യൂസ് ആയിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്യുക. കമ്പയർ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ either we got the result 0 or a negative value or a positive value. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ സിൻടാക്സ് നമ്മൾ പറയുന്നുണ്ട് strcmp രണ്ട് സ്ട്രിങ്ങുകൾ കമ്പയർ ചെയ്യാണ്, string 1ഉം string 2ഉം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ നമ്മൾ അപ്പു എന്ന് കൊടുത്തു, സെക്കൻഡ് സ്ട്രിങ്ങിലും അപ്പു എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇതിലെല്ലാ ക്യാരക്ടേഴ്സും മാച്ച് ആവുന്നുണ്ട് അല്ലേ? ആദ്യം ഇങ്ങനെ കമ്പയർ ചെയ്യുക. ആദ്യം രണ്ട് എയും എന്ന് പറയുമ്പോൾ പൊസിഷൻ 1 ആണ്. അപ്പോൾ 1 -1 0. പിന്നെ നോക്കുമ്പോൾ പിയും മാച്ച് ചെയ്യുന്നുണ്ട്, എഗെയിൻ PU എല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് എന്താ ഉണ്ടാവുക? 0. അതിൻ്റെ അർത്ഥം രണ്ട് സ്ട്രിങ് ഈക്വൽ ആണെന്നാണ്. ഇനി നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാവുന്നത്? സ്ട്രിങ് 1 ഇസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബാഗ് കൊടുത്തു, ക്ലോക്ക് കൊടുത്തു. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്യാരക്ടേഴ്സ് തമ്മിലാണ് കമ്പയർ ചെയ്യുക. ബിയും സിയും കമ്പയർ ചെയ്യണു. അപ്പോൾ തന്നെ മാച്ച് ആവുന്നില്ല. ബിയുടെ പൊസിഷൻ 1 ആണ്, സിയുടെ പൊസിഷൻ 2 ആണ്. ബിയുടെ പൊസിഷൻ 2 ആണ്, സിയുടെ പൊസിഷൻ 3 ആണ്. അപ്പോൾ 2 - 3 വി ഗോട്ട് മൈനസ് വാല്യൂ. സ്വാഭാവികമായിട്ടും എന്താ ഉദ്ദേശിക്കുന്നത്? സ്ട്രിങ് 1 ഇസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2. കൺസിഡർ ദ തേർഡ് എക്സാമ്പിൾ, ഗേൾ ബോയ്. അപ്പോൾ ആദ്യം കമ്പയർ ചെയ്യും ജിയും ബിയും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ? സോ ജി ഈസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ ബി. സ്വാഭാവികമായിട്ട് റിസൾട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് സ്ട്രിങ് 1 ഇസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിങ് 2. സോ ഇങ്ങനെയായിരിക്കും കമ്പാരിസൻ്റെ റിസൾട്ട് ഉണ്ടാവുക. കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ 0 ആണോ, ഈക്വൽ ആണോ, ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. So consider this character array S1. S1 എന്ന് പറഞ്ഞ ക്യാരക്ടർ അറേയിൽ ദീപ്തി എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. S2 എന്ന് പറഞ്ഞ ക്യാരക്ടർ അറേയിൽ ദിവ്യ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം റിസൾട്ട് 0 അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സ്വാഭാവികമായിട്ടൊരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു n. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. strcmp നമ്മൾ ആരെയാണ് കമ്പയർ ചെയ്യുന്നത്? S1ഉം S2ഉം രണ്ട് സ്ട്രിങ്ങുകളാണ്. S1ൽ ദീപ്തിയുണ്ട്, S2ൽ ദിവ്യയുണ്ട് അല്ലേ? രണ്ടും കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഓരോ ഫസ്റ്റ് ആൽഫബറ്റ്സ് എടുത്താൽ കമ്പയർ ചെയ്യുക. ദീപ്തിയിലെ ഡിയും ദിവ്യയിലെ ഡിയും രണ്ടും പൊസിഷൻ നോക്കുമ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ 0 ആയിരിക്കും ഫസ്റ്റ് ലെറ്റർ. സെക്കൻഡ് ലെറ്റർ നോക്കുമ്പോൾ E ആണ് S1ൽ, സെക്കൻഡ് S2ൽ I ആണ്. ഏതാണ് ആൽഫബറ്റിക്കലി ഹയർ?
ഐ ആണ് ഹയർ ഇനേക്കാൾ അല്ലേ. സ്വാഭാവികമായിട്ടും ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇയും ഐയും കമ്പയർ ചെയ്യുമ്പോൾ റിസൾട്ട് എന്താ വരിക? n ലെസ് ദാൻ 0 അല്ലേ. n ലെസ് ദാൻ 0 ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇനേക്കാൾ ഈ ചെറുതാണ്, ഐ വലുതാണ്. സോ ആ പൊസിഷൻ തമ്മിൽ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ഉണ്ടാവുക? നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുക S1 ലെസ് ദാൻ S2, ദാറ്റ് ഇസ് ദീപ്തി ഈസ് ലെസ് ദാൻ ദിവ്യ. പൊസിഷൻ നോക്കുമ്പോൾ ദീപ്തി ആയിരിക്കും ദിവ്യേനേക്കാൾ പൊസിഷനിൽ താഴെയുള്ളത്. ആ ആൽഫബറ്റിക്കൽ ഓർഡറിൻ്റെ പൊസിഷനാണ് നോക്കുന്നത്. ഇങ്ങനെയാണ് സ്ട്രിങ്സുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് മിസ്മാച്ച് വരുന്നത്? ആ റിസൾട്ടാണ് എന്നിലേക്ക് സ്റ്റോർ ചെയ്യുക. എല്ലാ ആൽഫബറ്റും കമ്പയർ ചെയ്യില്ല. ഫസ്റ്റ് ലെറ്റർ ഡിയും കമ്പയർ ചെയ്ത് 0 ആണ്. സ്വാഭാവികമായിട്ടും ഇയും ഐയും അപ്പോൾ തന്നെ നെഗറ്റീവ് വാല്യൂ കിട്ടി. സ്വാഭാവികമായിട്ടും ആ വാല്യൂ ആണ് എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ n 0 ആണോ? അല്ല, കാരണം നെഗറ്റീവാണ് എന്നിൻ്റെ വാല്യൂ. കാരണം ഇവിടെ വെച്ച് തന്നെ മിസ്മാച്ച് എവിടെ വെച്ചിട്ടാണ് മിസ്മാച്ച് ഉണ്ടായത്? ആ സമയത്ത് ആ വാല്യൂ എന്നിലേക്ക് സ്റ്റോർ ചെയ്തു. അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി 0 ആവണ വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. രണ്ടിലും ദീപ്തി ആണെങ്കിൽ അവസാനം ഐ വരെ കമ്പയർ ചെയ്യും. കാരണം എല്ലാ റിസൾട്ടും 0 ആണ്. എപ്പോഴാണോ 0നേക്കാൾ 0 അല്ലാത്തൊരു വാല്യൂ വരുന്നത് അതുവരെയാണ് കമ്പാരിസൺ. അപ്പോഴാണ് കമ്പാരിസൺ ബ്രേക്ക് ആവുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ സെക്കൻഡ് ലെറ്റർ ആൽഫബറ്റ് ആകുമ്പോൾ തന്നെ ബ്രേക്ക് ആയി. കാരണം ഇ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറുതാണ്. ഇപ്പോൾ ഇ മൈനസ് ഐ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ നോക്കുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക, എന്നിലുണ്ടാവുക. അപ്പോൾ ചെക്ക് ചെയ്യും n ഈക്വൽ ടു 0 ആണോ? അല്ല. അപ്പോൾ എൽസ് ഇഫ് n ലെസ് ദാൻ 0 ആണോ? യെസ്, കാരണം നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആരെ പ്രിൻറ്റ് ചെയ്യും? S1 ലെസ് ദാൻ S2 എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ഔട്ട്പുട്ടായിട്ട് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെയുള്ള ഫംഗ്ഷൻ തന്നെയാണ് strcmpI. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബോത്ത് ഫങ്ഷൻസ് ആർ യൂസ് ടു കമ്പയർ ടു സ്ട്രിങ്സ്. strcmpIയും കമ്പയർ ചെയ്യാൻ തന്നെ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇഗ്നോറിങ് ദ കേസസ് എന്ന് പറഞ്ഞാൽ അപ്പർ കേസും ലോവർ കേസും അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റേഴ്സും strcmpIയുടെ കേസിൽ അത് ഇഗ്നോർ ചെയ്യും. അത് രണ്ടും എന്താ ഉദ്ദേശിക്കുന്നത്? strcmpയുടെ കേസിൽ ആൽഫബറ്റിക് ഓർഡർ ക്യാപിറ്റലും സ്മോളും രണ്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അത് സെയിം വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതാണ് strcmpIയുടെ പ്രത്യേകത. ഇറ്റ് ഇഗ്നോർ ദ കേസസ്. സ്ട്രിങ്ങിൻ്റെ കേസസിനെ ഇഗ്നോർ ചെയ്യും, ഒഴിവാക്കും. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ വിൽ ട്രീറ്റ് ബോത്ത് ദ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആസ് സെയിം. രണ്ടും ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ അപ്പു എന്ന് എഴുതി സ്മോൾ ലെറ്ററിൽ അപ്പു എന്ന് എഴുതിയാലും strcmpIയുടെ കേസിൽ റിസൾട്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബോത്ത് വാല്യൂസ് ആർ ഈക്വൽ. പക്ഷേ strcmpയുടെ കേസിൽ അങ്ങനെയല്ല. അത് ആൽഫബറ്റിക്കൽ ഓർഡറിന് അതിൻ്റെ കേസസിന് അതെന്ത് ചെയ്യും? കേസസിന് ഇൻക്ലൂഡ് ചെയ്യും. കാരണം അത് ഈക്വൽ അല്ല. അപ്പോൾ ക്യാപിറ്റലും സ്മോൾ ലെറ്ററിലും എഴുതി കഴിഞ്ഞാൽ strcmpയുടെ കേസിൽ അത് ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ ദ സിൻടാക്സ് ആൻഡ് വർക്കിംഗ് ഓഫ് ബോത്ത് strcmp ആൻഡ് strcmpI ആർ സെയിം എക്സെപ്റ്റ് ദാറ്റ് strcmp ഈസ് കേസ് സെൻസിറ്റീവ്. strcmp കേസ് സെൻസിറ്റീവ് ആണ്. കേസിൻ്റെ അനുസരിച്ച് അത് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ strcmp എന്തല്ല? കേസ് സെൻസിറ്റീവ് അല്ല. സോ കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഇവിടെ ക്യാരക്ടർ അറേ S1 ഇതിൻ്റെ അകത്ത് സനിൽ സ്റ്റോർ ചെയ്തു ക്യാപിറ്റൽ ലെറ്ററിൽ. S2ൻ്റെ അകത്ത് സനിൽ സ്മോൾ ലെറ്ററിൽ സ്റ്റോർ ചെയ്തു. strcmpIയുടെ ഇത് സെയിം കേസാണ്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം കേസ് തന്നെയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ S ക്യാപിറ്റലാണ്, S സ്മോൾ ലെറ്ററാണ്. strcmpIയുടെ കേസിൽ ഇതെന്താവും? ഇത് ഇഗ്നോർ ചെയ്യും. അവിടെ എന്തില്ല? അവിടെ അതിൻ്റെ ആൽഫബറ്റിക്കൽ കേസിന് യാതൊരു പ്രാധാന്യവും ഇല്ല. അത് S ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. സ്വാഭാവികമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ 0. അതേപോലെ A കമ്പയർ ചെയ്യുമ്പോൾ 0. അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യുക ഏതിൻ്റെ കേസിൽ? strcmpI. സ്വാഭാവികമായിട്ടും ഈ കേസിൽ റിസൾട്ട് എന്തായിരിക്കും? എന്നിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ 0 ആയിരിക്കും ഉണ്ടാവുക. 0 ആകുമ്പോൾ സ്ട്രിങ്സ് ആർ സെയിം. ബട്ട് ഇൻ ദ കേസ് ഓഫ് strcmp ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അത് കൺസിഡർ ചെയ്യുന്നത് രണ്ട് ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സ്വാഭാവികമായിട്ടും അവിടെ ആൽഫബറ്റിക്കൽ ഓർഡർ ആയിരിക്കും. ആൽഫബറ്റിക്കലി അപ്പർ കേസിൽ എഴുതുന്ന ലെറ്റേഴ്സിനായിരിക്കും ഹയർ പ്രയോറിറ്റി കൊടുക്കുക, സ്മോൾ ലെറ്റേഴ്സിനല്ല. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കേസിൽ strcmp വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നതെങ്കിൽ വിച്ച് ഈസ് ഹയർ S1 is greater than S2. ഓക്കെ, അതാണ് strcmpയും strcmpIയും തമ്മിലുള്ള വ്യത്യാസം. ബോത്ത് ആർ യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ടു സ്ട്രിങ്സ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് strcmpI it ignore the cases of the strings while comparing both. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്ട്രിങ് ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ പഠിച്ചത് strlen used to find the length of the string.
Then we discussed about strcpy is used to copy one string to another. strcat is the function used to combine two strings. strcmp and strcmpi are the functions used for comparing two strings.